മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു തിരുവനന്തപുരത്ത്. രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒപ്പം MK രാഘവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ അദ്ദേഹം കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ, സീറ്റ് നിഷേധിക്കപ്പെട്ട മുതിർന്ന BJP നേതാക്കളെ അണിനയിപ്പിക്കാൻ RSS നീക്കം തുടങ്ങി. LK അദ്വാനിയുമായും മുരളി മനോഹർ ജോഷിയുമായും RSS നേതൃത്വം ചർച്ച നടത്തും. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, അദ്വാനിയും ജോഷിയും ഒക്കെ കടുത്ത അതൃപ്തിയിലാണ് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ RSSന്റെ ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടായത്? ഇതിനോടുള്ള BJPയുടെ പ്രതികരണം എന്താണ്? അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അനുനയിപ്പിക്കാനായി RSS ഇടപെടുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തുവരുന്നത്. നേരത്തെ ഗാന്ധിനഗറിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട LK അദ്വാനി, ഒപ്പം മുരളി മനോഹർ ജോഷിയൊക്കെ അതൃപ്തി മുരളി മനോഹർ ജോഷിയെങ്കിലും പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷം അദ്വാനി പലതരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ള പരാമർശങ്ങളിലും അദ്ദേഹത്തിൻ്റെ അതൃപ്തി വ്യക്തമാക്കിയിരുന്നു. അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വിവരങ്ങൾ ഈ ഘട്ടത്തിൽ RSSന്റെ ഇടപെടൽ ഏതു തരത്തിലാണ്? ഇതിനോടുള്ള BJPയുടെ ഇപ്പോൾ നേതൃത്വത്തിന്റെ പ്രതികരണം എന്താണ്? രഞ്ജിത്ത്, BJPയുടെയും അതിനു മുമ്പ് ജനസംഘത്തിന്റെയും സ്ഥാപക നേതാക്കളായിരുന്ന മുരളി മനോഹർ ജോഷിക്കും LK അദ്വാനിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എതിർപ്പുകളും വിയോജിപ്പുകളും ഉണ്ട്. ഇതോടൊപ്പം തന്നെയായിരുന്നു മുരളി മനോഹർ ജോഷി തന്റെ എതിർപ്പ് അറിയിച്ചത്. പ്രത്യേകിച്ച് കാൺപൂരിൽ ഇത്തവണ സീറ്റില്ല എന്ന കാര്യം BJP രാംലാൽ മുഖേനയാണ് മുരളി മനോഹർ ജോഷിയെ അറിയിച്ചത്. താങ്കൾ എന്തുകൊണ്ടാണ് ദൂതുമായി എത്തുന്നത്? നേരിട്ട് പ്രധാനമന്ത്രിയോ അമിത്ഷായോ ഇക്കാര്യം അറിയിക്കാത്തത് എന്തുകൊണ്ട് എന്ന വിയോജിപ്പ് തന്നെയായിരുന്നു മുരളി മനോഹർ ജോഷി സൂചിപ്പിച്ചത്. ഇന്നലെ BJPയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ കുറിപ്പിലായിരുന്നു LK അദ്വാനി അതിരൂക്ഷമായ വിമർശനം നേതാക്കൾക്കെതിരെ ഉന്നയിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ വ്യക്തിപൂജയ്ക്കെതിരെയും അതോടൊപ്പം രാജ്യമാണ് പ്രധാനം, പാർട്ടി രണ്ടാമത്, വ്യക്തികൾ ഏറ്റവും ഒടുവിൽ എന്ന തരത്തിലുള്ള കുറിപ്പാണ് അദ്ദേഹം പുറത്തിറക്കിയത്. ഇതിൽ നിന്ന് തന്നെ നേതാക്കളുടെ വിയോജിപ്പ് വളരെ വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു കോൺഗ്രസ് മുരളി മനോഹർ ജോഷിയെ സമീപിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പ്രത്യേകിച്ച് വാരാണസിയിൽ പ്രധാനമന്ത്രിക്കെതിരെ ഒരു പൊതു സ്ഥാനാർത്ഥി, പ്രതിപക്ഷത്തിന്റെ പൊതു സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തിയത്. സമാജ്വാദി പാർട്ടി ഇതിനെ പിന്തുണയ്ക്കുന്ന സമീപനവും ഉണ്ടായി എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് RSSന്റെ സജീവമായി ഇടപെടൽ ഉണ്ടാകുന്നത്. ഇരു നേതാക്കളും പാർട്ടിക്കുള്ളിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളും സ്ഥാപക നേതാക്കളുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിയോജിപ്പുകളെ പരിഗണിക്കേണ്ടതുണ്ട്, അവരെ പറഞ്ഞ് അനുനയിപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യം BJP നേതൃത്വത്തെ RSS അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അനുനയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ശരി അഭിലാഷ്.